ശബരിമല തിരക്ക് മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത മൂലമാണെന്നാണ് പുതിയ പ്രസിഡന്റ് ജയകുമാർ പറയുന്നത് കേട്ടത്. അദ്ദേഹം ഇപ്പോ ചുമതല ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പും അവിടെ ബോർഡും ഒരു പ്രസിഡന്റും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അവരല്ലേ ഈ മുന്നൊരുക്കങ്ങളൊക്കെ വിലയിരുത്തേണ്ടിയിരുന്നത്. ഇവിടെ ശബരിമല ദർശനം വൃശ്ചിക മാസം 1-ാം തീയതിയാണ് എന്നും അത് എന്നാണ് എന്നും അറിയാത്തവരല്ലല്ലോ ഈ ദേവസ്വം ബോർഡും അതേപോലെ സർക്കാർ വകുപ്പുകളും. ദേവസ്വം മന്ത്രി എന്ന് പറയുന്ന ഒരാൾ നമുക്കുണ്ട്. ഇപ്പോൾ ദേവസ്വം ബോർഡിന്റെ കാലാവധി നവംബർ മാസത്തിൽ തീരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. വൃശ്ചിക മാസം തുടങ്ങുന്നതിന് മുമ്പ് ദേവസ്വം ബോർഡിന്റെ കാലാവധി തീരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒരു പുതിയ ദേവസ്വം ബോർഡാണ് വരാൻ സാധ്യത എന്നും വ്യക്തമായിട്ട് അറിയാം. കാരണം മുൻ പ്രസിഡന്റ് പ്രശാന്ത് സ്വർണ്ണക്കൊള്ള കേസിൽ സംശയത്തിന്റെ നിഴലിലാണ്. അദ്ദേഹത്തിനെയും നാളെ അറസ്റ്റ് ചെയ്തേക്കാം. അപ്പൊ ആ സാഹചര്യത്തിൽ പ്രശാന്തിനെ തുടർന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി എക്സ്റ്റൻഷൻ കൊടുക്കാൻ സാധ്യമല്ല എന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കുറവ് പരിഹരിക്കേണ്ടത് ഒരു ദേവസ്വം ബോർഡ് ഭരണ സംവിധാനം ഇല്ലാതിരിക്കെ ആ കുറവ് പരിഹരിക്കേണ്ടതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ദേവസ്വം മന്ത്രിക്കാണ്. ദേവസ്വം മന്ത്രി ആ ഉത്തരവാദിത്വം നിർവഹിച്ചില്ലെന്ന് മാത്രമല്ല, അയ്യപ്പന്മാരെ തീരാ ദുരിതത്തിലേക്ക് തള്ളിയിടുന്ന തരത്തിലേക്ക് വലിയ തോതിലുള്ള ഒരു കുഴപ്പം ശബരിമലയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ശബരിമല തീർത്ഥാടകര് ശബരിമലയിൽ നിന്നും ദർശനം കിട്ടാതെ മടങ്ങിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കുഞ്ഞുങ്ങളും സ്ത്രീകളും ശ്വാസം കിട്ടാതെ പടയുന്ന ഒരു സാഹചര്യം ശബരിമലയിൽ ഇന്നലെയൊക്കെയായിട്ട് സംഭവിച്ചു. അവരുടെ തിരക്ക് നിയന്ത്രിക്കാനോ അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ ദാഹജലം കൊടുക്കാനോ ഒന്നും ഒരു സൗകര്യവും ഇല്ലാത്ത തരത്തിൽ അവിടെ മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്, പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. ആ കാര്യത്തിൽ പരാജയപ്പെട്ടു എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതിന്റെയൊക്കെ ഉത്തരവാദികൾ ആരാണ്? അയ്യപ്പ സംഗമം നടത്തിയിട്ട് വലിയ തോതിൽ മേനി നടിച്ച PR വർക്കിലൂടെ തങ്ങൾ അയ്യപ്പന്മാരോടൊപ്പമാണ്, വിശ്വാസികളോടൊപ്പമാണ് എന്നൊക്കെ മേനി നടിക്കാൻ ശ്രമിച്ച ആ സർക്കാരിന്റെ കീഴിൽ അയ്യപ്പന്മാർ കന്നുകാലികളെ പോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, അവരെ ആ നിലയ്ക്ക് പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. എല്ലാ സ്ഥലങ്ങളിലും പരാജയപ്പെട്ട ഒരു 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 സംവിധാനമാണ് ശബരിമല തീർത്ഥാടനം എന്ന് പറയുന്നത്. പ്രശാന്തിന് തുടരാൻ കഴിയില്ല എന്ന് ഉറപ്പായപ്പോൾ ദേവസ്വം സംവിധാനം അങ്ങ് തരിപ്പണമാവട്ടെ എന്ന് കരുതിയോ പ്രശാന്തിന് കൂടെയുള്ളവരും? അതുപോലെയല്ലേ ഇപ്പൊ തോന്നുന്നത്? ദേവസ്വം സംവിധാനം ആകെ തരിപ്പണമായ ഒരു അവസ്ഥയല്ലേ? അല്ല, അതിനകത്ത് ഈ സ്വർണ്ണക്കൊള്ള അതിന്റെ വിഷയം വന്ന സമയത്ത് തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ മുറയിൽ തകർന്നുപോയി. ദേവസ്വം ബോർഡ് എന്ന ആ ഭരണ സംവിധാനം തകർന്ന് തരിപ്പണമായി എന്നുള്ളതാണ് വസ്തുത. നിയന്ത്രിക്കാൻ ആളില്ലാതായി, ചോദിക്കാൻ ആളില്ലാതായി, ആരെ എപ്പോ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള സാഹചര്യം വല്ലാത്ത രീതിയിൽ ദേവസ്വം ബോർഡിനെ പിടിച്ചു കുലുക്കി. ഞാൻ പറയുന്നത് ആ സമയത്ത് ഇതിനെ ഇപ്പോ വകുപ്പുകൾ തമ്മിൽ ഏകോപനം ഇല്ലാത്തൊരവസ്ഥയുണ്ട് ശബരിമല. ഈ കാര്യം ഇതിങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ്? സ്റ്റേറ്റ് അല്ലേ? സ്റ്റേറ്റിന്റെ ചുമതലയല്ലേ? കാരണം ശബരിമല തീർത്ഥാടനത്തിലൂടെ സർക്കാരിന് കിട്ടുന്ന കോടാനുകൂടി വരുമാനം, ആ വരുമാനത്തോടുള്ള ഒരു നന്ദിയെങ്കിലും അയ്യപ്പന്മാർക്ക് കാണിക്കേണ്ടി വരും. ശബരിമല തീർത്ഥാടനത്തോട് നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമാണ് അതിന്റെ വരുമാനം കിട്ടണമെന്നാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത് ശബരിമല തീർത്ഥാടനം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഞാൻ മറുവശം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഈ സർക്കാർ നിലനിൽക്കുന്നത് ശബരിമല തീർത്ഥാടനത്തിന്റെ വരുമാനം കൊണ്ടാണെന്ന് ഞാൻ പറയും. ശബരിമല തീർത്ഥാടനത്തിന്റെ 2 മാസക്കാലത്തെ നികുതി വരുമാനം കോടാനുകോടി രൂപയാണെന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സർക്കാരിന്റെ നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയന്റെ ഉത്തരവാദിത്വമാണ്, ദേവസ്വം മന്ത്രിയുടെ ഉത്തരവാദിത്വമാണ്. അവിടെ വാഹനങ്ങൾ ഡീസല് അടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് വാഹനങ്ങൾ ഓടാതിരുന്നു. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് എന്താണ്? സർക്കാരിന്റെ കെടുകാര്യത്വത്തെയാണ്, സർക്കാരിന്റെ അവഗണനയാണ്. സർക്കാർ ഈ കാര്യത്തിൽ ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല എന്നാണ്. അപ്പൊ സമ്പൂർണമായി, അതായത് ശബരിമല യുവതീ പ്രവേശനത്തിലൂടെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവര് ഇപ്പോ ഈ ശബരിമല തീർത്ഥാടനം അലങ്കോലമാക്കിക്കൊണ്ട് അയ്യപ്പന്മാരെ കഷ്ടപ്പെടുത്തിക്കൊണ്ട് ശബരിമലയുടെ പവിത്രതയും ശബരിമലയുടെ ആ പ്രശസ്തിക്കും കളങ്കമുണ്ടാക്കുന്ന ഒരു നിലപാടിലേക്ക് ഈ സർക്കാർ ശബരിമലയെ എത്തിച്ചിരിക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമം ഉണ്ടായല്ലോ. അതിലൊരു സെഷൻ തന്നെ എങ്ങനെ തിരക്ക് നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടത്തിയ സർക്കാരാണ്.
അത് ആളില്ല കസേരകൾ നോക്കിയിട്ടാണ് ചർച്ചയൊക്കെ നടത്തിയത്. ഈ ക്രൗഡ് മാനേജ്മെന്റ്, തിരക്ക് നിയന്ത്രണം എന്നതിനെയൊക്കെ സംബന്ധിച്ച് വലിയ വിദഗ്ധന്മാര് ക്ലാസ് എടുത്തു. പക്ഷേ അത് കേൾക്കാനായിട്ട് ദേവസ്വം ബോർഡ് ജീവനക്കാർ പോലും ഉണ്ടായില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത. പക്ഷേ ഈ ക്രൗഡ് മാനേജ്മെന്റ് എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ഈ ഈ കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങൾ വളരെ ഭംഗിയായി ദർശനം നടത്തി. അതെല്ലാം വളരെ ഭംഗിയായി തീർന്നു. അതിന്റെ പേരിൽ ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡിന് വലിയ അഭിനന്ദനങ്ങൾ അർപ്പിച്ചിരുന്നു CPM അടക്കമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അപ്പോ കഴിഞ്ഞ വർഷം നടത്തിയ ദർശനം വളരെ ഭംഗിയായിരുന്നു. അത് ഒരുക്കങ്ങൾ നടത്തുന്നതിൽ, അയ്യപ്പന്മാർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൊക്കെ വളരെ വിജയം വരിച്ചു. അതുകൊണ്ട് അത് ഞങ്ങളുടെ മേന്മയാണ് എന്ന് നടിച്ചവര് ഇപ്പോ ഉണ്ടായ മുഴുവൻ കുഴപ്പങ്ങൾക്കും ഞങ്ങളാണ് ഉത്തരവാദി എന്ന് അവർ സമ്മതിക്കണ്ടേ? ഇപ്പോഴത്തെ കുഴപ്പങ്ങൾക്ക് മുഴുവൻ ഉത്തരവാദി ഞങ്ങളാണ്. ഞങ്ങൾക്ക് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ പെട്ടുപോയി, ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു എന്ന് പറഞ്ഞ് സ്വയം അംഗീകരിക്കണ്ടേ അതിന്? ഇതിന്റെ എല്ലാം ഉത്തരവാദിത്വം മുന്നൊരുക്കങ്ങളുടെ അപര്യാപ്തത മൂലമാണെന്ന് അദ്ദേഹം സമ്മതിച്ചു തന്നു. പക്ഷെ അദ്ദേഹം അതിനൊപ്പം പറഞ്ഞൊരു കാര്യം, ഇത്രയും തീർത്ഥാടകരെ ആദ്യ ദിവസങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. മണ്ഡലകാലമാണ്, അതൊക്കെ കണക്കിലെടുക്കണ്ടേ? അല്ല, അതൊക്കെ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന കുറെ ന്യായങ്ങളാണ്. ഈ ജയകുമാർ നമ്മൾ പറയും അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു ഉദ്യോഗസ്ഥനാണെന്ന്. അദ്ദേഹം രാഷ്ട്രീയക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഉള്ളിൽ രാഷ്ട്രീയമുണ്ട്. അദ്ദേഹത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിശ്ചയിച്ചത് CPM സെക്രട്ടേറിയറ്റ് ആണ്. അതായത് CPMന്റെ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്ന ആളെ അല്ലാതെ CPM ഒരു കാലത്തും ഒരു സ്ഥാനത്തും വെച്ചിട്ടില്ല. അപ്പൊ CPMന്റെ താല്പര്യം വളരെ സൗമന്യത്തോടെ, അല്ലെങ്കിൽ മുഖത്ത് ഒരു ചിരിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു മുഖം തേടി അപ്പൊ അതിന് പറ്റിയ ആള് ജയകുമാറാണെന്ന് കണ്ടെത്തിയിട്ട് നിശ്ചയിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതിനപ്പുറത്തേക്ക് ജയകുമാർ ഒരു തീർത്തും ഒരു നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണെന്നൊന്നും കരുതണ്ട. അദ്ദേഹത്തിന് കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട്, അദ്ദേഹത്തിന് കൃത്യമായ ആശയമുണ്ട്. ആ ആശയം ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നതോ അല്ലെങ്കിൽ ഭരിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണോ അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോ ജയകുമാർ ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹം അവിടെ സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്നല്ലോ, സ്പെഷ്യൽ ഓഫീസർ ആയിരുന്നു, അദ്ദേഹം മാസ്റ്റർ പ്ലാനിന്റെ ചെയർമാൻ ആയിരുന്നു. ശബരിമലയെ കുറിച്ചൊക്കെ അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പൊ തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നു, ശൗചാലയങ്ങൾ ക്ലീൻ ആക്കാനായിട്ട് ആൾക്കാരില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ ഇന്ന് തന്നെ 200 പേരെ ഞങ്ങൾ കണ്ടെത്തേണ്ടി വന്നു. മെസ്സ് ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല, ദേവസ്വം എംപ്ലോയീസിന്റെ മെസ്സ് ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അന്നദാനത്തിന്റെ ഓഫീസിൽ, അന്നദാന മണ്ഡപത്തിൽ തന്നെ ജീവനക്കാരുടെ മെസ്സ്, അവരുടെ ഭക്ഷണം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി. ഇതൊക്കെ എന്തുകൊണ്ട് നേരത്തെ കണ്ടില്ല? മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരം ഒരുക്കങ്ങൾ വരുത്തുന്നതിൽ വലിയ പരാജയം ഉണ്ടായി നടത്തും. അതിന്റെ ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണോ ഈ അയ്യപ്പന്മാര്? ഏതായാലും ഈ സീസണിൽ 2 ദിവസമേ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ്. ഈ ഒരു അവസ്ഥ തന്നെയാണെങ്കിൽ എങ്ങനെ ഭക്തർ വന്ന അയ്യപ്പനെ തൊഴുതു പോവും? അല്ല, അതൊരു വലിയ പൊതുചിഹ്നമാണ്, വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ഇത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ, കൃത്യമായിട്ടുള്ള ഒരു പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നത്, വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ഉണ്ടാക്കുക. ഇപ്പൊ തന്നെ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് അവിടെ ഒരു സതി എന്ന് പറയുന്ന ഒരു 58 വയസ്സുള്ള സ്ത്രീ കുഴഞ്ഞു വീണ് മരിച്ചു. അവരുടെ മൃതദേഹം കൊയിലാണ്ടിക്ക് എത്തിക്കാനായിട്ട് അവർക്ക് ഒരു സഹായവും ആരുടെ ഭാഗത്തൊന്നും കിട്ടിയില്ല. ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വത്തിലാണ് മൃതദേഹം. കേരളത്തിൽ അതിനുവേണ്ടി അവരൊരു ഫണ്ട് അനുവദിക്കും, 30,000 രൂപ മറ്റോ ഒരു ഫണ്ടുണ്ട്, അത് അനുവദിക്കും. പക്ഷെ ദേവസ്വം ബോർഡ് ആ മൃതദേഹം എത്തിക്കാൻ ഒരു സൗകര്യം ചെയ്തു കൊടുത്തില്ല, പോലീസ് സഹായിച്ചില്ല, ആരും സഹായിക്കാനുണ്ടില്ല. അവര് തനിയെ തന്നെയാണ് ആ മൃതദേഹം അവിടെ നിന്ന് പത്തനംതിട്ടയിൽ മറ്റും എത്തിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് അവര് ഒരു വണ്ടി ഏർപ്പാടാക്കി, അവര് തന്നെ വണ്ടി കണ്ടെത്തേണ്ടി വന്നു, അവര് കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി. ഇതെങ്ങനെ ഉണ്ടാവും? അപ്പൊ പണം മാത്രം മതി അയ്യപ്പന്മാരുടെ. ആ പണത്തിൽ മാത്രമാണ് ഞങ്ങളുടെ കണ്ണ്. ബാക്കി ഈ വരുന്ന അയ്യപ്പന്മാരുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതില് കുടിവെള്ളം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ശബരിമലയിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം ഗൗരവതരമായ ഒരു വിഷയമാണ്, ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. നാളെ അയ്യപ്പന്മാർക്ക് ശബരിമലയിൽ വരാൻ തോന്നണ്ടേ? അത് വലിയ തോതിൽ ബാധിക്കുമോ എന്ന് തന്നെ ആശങ്കപ്പെടുന്ന സാഹചര്യം നിലവിലുണ്ട്. പിന്നെ അയ്യപ്പനോടുള്ള ആ വിശ്വാസം ഈ ദേവസ്വം ബോർഡിനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഈ തയ്യാറെടുപ്പുകൾ കണ്ടിട്ടല്ല, അവരെല്ലാ കഷ്ടതകളും സഹിക്കാൻ തയ്യാറായിട്ട് വരുന്നവരാ. പക്ഷെ അത് അങ്ങനെ തയ്യാറായി വരേണ്ടവരാണ് അയ്യപ്പന്മാർ. അതുകൊണ്ട് ഞങ്ങളുടെ തോന്നിയ പോലെ ചെയ്യും, കല്ലും മുള്ളും കാലിക്കും എത്തയെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിൽ വരുന്നത് കഠിനമാണെന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ട്
ഞങ്ങൾക്ക് ഇത്രയൊക്കെ സൗകര്യം ഒരുക്കാൻ സാധിക്കൂ, നിങ്ങൾ ഈ കഷ്ടതകൾ മുഴുവൻ സഹിച്ച് ശബരിമലയിൽ വന്നാൽ മതി എന്ന് പറയുന്ന ഒരു ധാർഷ്ട്യം ഈ സർക്കാരിനുണ്ടോ എന്ന് നമുക്ക് സംശയമുണ്ട്. ഓക്കെ സർ.